നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമുക്ക് പണിക്കണേണ്ട സമയമായി, പോയി പണിയെടുത്തിട്ട് വരാം. ശ്രുതി ബക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഈ ചേട്ടനാണ് നമ്മൾ പണിയെടുത്ത് കഴിപ്പിച്ചേക്കുന്നത്. ശ്രുതി ബക്കറ്റ് വരുന്നുണ്ട്. അതായത് പുള്ളിയാണ് നമ്മുടെ മുതലാളി, സ്ഥലത്തിന്റെ മുതലാളി പറയണം, പുള്ളിയാണ് നമ്മുടെ മുതലാളി. ഷീൽഡുള്ളത് ആർജി എടുത്തു തുടങ്ങിയത് അതാണ്. അങ്ങനെ ശ്രുതി ഷെയ്ഡ് ഇല്ലാത്തതിനൊക്കെ പാടെടുക്കാണ്. എന്നുവെച്ചാൽ ഷീൽഡ് ഇല്ലാത്തതിന്റെ, ഷീൽഡ് ഉള്ളതിന്റെ അവിടെ നിന്ന് ഷീൽഡ് ഉള്ളതൊക്കെ ഞാൻ എടുക്കണം. ഇവിടെ നിന്ന് ഷീൽഡ് ഇല്ലാത്ത ശ്രുതി എടുത്തോളൂ. അപ്പൊ കണക്കാവുമല്ലോ അവർക്ക് പാലെടുക്കാനായിട്ടും ഒഴിച്ച് റബ്ബർ ഷീറ്റ് അടിക്കാനുള്ളൂ. ഇല്ലേ ശ്രുതി? ശ്രുതി അതിന്റെ ഇടയ്ക്ക് ഈ കുഴിയിൽ അവളുടെ കാല് വീണ്, ശ്രുതി വീണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മനുഷ്യോ? നടുവരെ അടിച്ച് ഒട്ടിച്ചാ, മുട്ടോലടിച്ചാ? മുറിഞ്ഞു ചെറുതായിട്ട്. ഇവിടെ ബക്കറ്റിൽ ഒഴിച്ചിട്ട് വീണത്. ഉറപ്പാട് നിലത്ത് പോയ പാല് ഫുള്ള് നിലത്ത് പോയതിന് ഭാഗ്യം. ആ കാണുന്ന മലയൊക്കെ എടുത്തു കഴിഞ്ഞു. ഇവിടെ നിന്ന് താഴത്തേക്ക് ഫുൾ എടുക്കാണ്ട്, ഈ അറ്റത്തൊന്നും അങ്ങോട്ടും എടുക്കാണ്ട്. ഇപ്പൊ തന്നെ നടുവെക്കുന്നത് അതിനുണ്ട് സത്യം ശരിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് തീർക്കണം. അവർക്ക് ഷീറ്റ് അടിച്ചിട്ട് പോകണം. ശ്രുതി അങ്ങറ്റത്ത് പോകേണ്ടത് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇതിന് അടുത്ത സ്ഥലമാണ്, ഇച്ചിരി ദൂരമാണ്. ഇവിടുന്ന് അങ്ങോട്ടും ശ്രുതി പോകണം. ഞാൻ ഇവിടെ നിന്ന് എടുത്ത് പോകാമെന്ന് വെച്ചു. ശ്രുതി ആകുമ്പോഴേക്കും മോളിൽ എടുത്ത് വരട്ടെ. ഞാൻ എടുത്തെടുത്ത് മുകളിൽ അങ്ങറ്റം വരെ പോകാനുണ്ട്, കുറെ പോകണ്ടെങ്കിൽ. പണിയൊക്കെ കഴിഞ്ഞ് ശ്രുതി എന്റെ റബ്ബർ പാല് ഒട്ടിയതൊക്കെ കളയാണ്. 12 കഴിഞ്ഞു. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാൻ നടുവൊക്കെ നല്ല വേനുണ്ട്. അങ്ങനെ അതിനിടയ്ക്ക് മീൻ വന്നപ്പോൾ ശ്രുതി മീൻ വാങ്ങിച്ചു. പോയിട്ടാണ് ചോറുണ്ടാക്കി മീൻ കറി ഉണ്ടാക്കാനായിട്ട്. ശ്രുതി മീൻ നന്നാക്കണം.